ജീവിക്കാൻ മാർഗങ്ങളില്ലാത്തതിനാൽ ദയാവധത്തിന് കോടതിയിൽ അനുമതി തേടി ഒരു കുടുംബം. കൊഴുവനാൽ പഞ്ചായത്ത് 10-ാം വാർഡിലെ സ്മിത ആന്റണിയും ഭർത്താവ് മനുവും 3 മക്കളുമടങ്ങുന്ന കുടുംബമാണ് ദയാവധത്തിന് അനുമതി തേടാൻ ഒരുങ്ങുന്നത്. സ്മിതയുടെ ഇളയ 2 കുട്ടികളായ സാൻഡ്രിൻ, സാന്റിനോ എന്നിവർ അപൂർവ രോഗബാധിതരാണ്. ഡൽഹിയിൽ നഴ്സുമാരായി ജോലി ചെയ്തിരുന്ന സ്മിതയും ഭർത്താവും കുട്ടികളിൽ അപൂർവ രോഗം കണ്ടെത്തിയതിനെ തുടർന്നാണ് ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തിയത്. വീടും സ്ഥലവും ഈടുവെച്ച് വായ്പയെടുത്തും സുമനസ്സുകളുടെ സഹായത്തോടെയുമായിരുന്നു ഇവർ കഴിഞ്ഞിരുന്നത്. എന്നാൽ കുട്ടികളുടെ ചികിത്സയ്ക്കും ദൈനംദിന ചെലവുകൾക്കും ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ ജോലിക്കായി പല വാതിലുകൾ മുട്ടിയെങ്കിലും ഫലമുണ്ടായില്ലെന്നും ദമ്പതിമാർ പറയുന്നു. ഞങ്ങളുടെ പഞ്ചായത്തില് ഒരു ജോലിക്കായിട്ടൊരു അപേക്ഷ നൽകി 5/11/2022 ഈ അപേക്ഷ പഞ്ചായത്തിലെ കമ്മിറ്റി ഐക്യകണ്ഠേന തീരുമാനിച്ച് 26/11/22 ഐക്യകണ്ഠേന തീരുമാനിച്ച് ഈ പറയുന്ന തീരുമാനം സർക്കാരിലേക്ക് നൽകുന്നതിനായിട്ട് പഞ്ചായത്ത് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുകയുണ്ടായി. എന്നാൽ 1 വർഷവും ഇപ്പോൾ 3 മാസവും ആകുന്നു. ഈ പറയുന്ന ഈ ഒരു ഫയല് ഇവര് പറഞ്ഞിരിക്കുന്നത് 3 സ്ഥലങ്ങളിലേക്ക് ഇവര് 26/11/22 അയച്ചു എന്നതാണ്. 1 ഡെപ്യൂട്ടി ഡയറക്ടർ കോട്ടയം, 2 പഞ്ചായത്ത് ഡയറക്ടർ തിരുവനന്തപുരം, 3 പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ കോട്ടയം. ഇത്രയും സ്ഥലത്താണ് അവരെ അയച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. എന്നാൽ നാളിതുവരെ ഞങ്ങൾക്ക് അതിന്റെ ഈ ഫയലുകൾ അവിടെ ലഭിച്ചതായിട്ട് യാതൊരു തെളിവും ലഭിച്ചിട്ടില്ല. ഇവിടങ്ങളിലെല്ലാം ഞങ്ങൾ വിവരാവകാശം വെച്ച് ചോദിച്ചപ്പോൾ നമുക്ക് ലഭിക്കുന്ന മറുപടി ഞങ്ങൾക്ക് ഈ ഫയലുകൾ ഒന്നും ലഭ്യമല്ല എന്നതാണ്. പഞ്ചായത്തിൽ അപേക്ഷ നൽകിയതിനെ തുടർന്ന് കൊഴുവനാൽ പഞ്ചായത്ത് കമ്മിറ്റി സ്മിതയ്ക്ക് ജോലി നൽകാൻ തീരുമാനിച്ചിരുന്നു. പഞ്ചായത്ത് സമിതിയുടെ റിപ്പോർട്ട് സർക്കാരിനെ അറിയിക്കാൻ പഞ്ചായത്ത് സെക്രട്ടറി തയ്യാറാകാത്തത് ജോലി ലഭിക്കുന്നതിന് തടസ്സമായി. പിന്നീട് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചതിന് ശേഷമാണ് സെക്രട്ടറി റിപ്പോർട്ട് സമർപ്പിച്ചത്. എന്നാൽ ജോലി നൽകുന്ന കാര്യം വീണ്ടും അനിശ്ചിതത്വത്തിൽ തുടരുകയാണ്. ഈ സാഹചര്യത്തിലാണ് ദയാവധത്തിന് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും സമീപിക്കാൻ ഒരുങ്ങുന്നതെന്ന് സ്മിതയും സേവ് ദി ഫാമിലി പ്രസിഡന്റ് കെ മുജീബ്, വൈസ് പ്രസിഡന്റ് ഐ നൌഷാദ്, ട്രഷറർ ജോഷുവ ചാക്കോ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.